Good afternoon. I am Akshaya. I had an All India rank of 2627 in the year 2020. Now I am doing third year MBBS in AIMS Nagpur. Today we'll be starting with the chapter Reproductive Health. Reproductive health questions mostly ഓരോ ഇയറിലും 2 to 4 ആണ് ചോദിച്ചിരിക്കുന്നത്. മോസ്റ്റ്ലി 2 ആൻഡ് ഏതോ ഒരു വർഷം 4ഉം ചോദിച്ചിരുന്നു. അപ്പൊ 2 to 4 ആണ് അതിൽ ചോദിക്കാനുള്ള ചാൻസസ്. ആൻഡ് ഇതിന്റെ താഴെ ആദ്യം വരുന്ന ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്താണെന്ന് നമുക്ക് ആദ്യം കണ്ട് നമുക്ക് ടോപ്പിക് വൈസ് പഠിക്കാൻ തുടങ്ങും. അപ്പൊ ഫസ്റ്റ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ പ്രോബ്ലംസ് ആൻഡ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് നമ്മൾ കാണുന്നു. അത് കഴിഞ്ഞ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ആൻഡ് അത് എങ്ങനെ സ്റ്റെബിലൈസ് ചെയ്യുന്നു, ആൻഡ് ബർത്ത് കൺട്രോൾ എങ്ങനെ കൊണ്ടുവരാം ഹെൽത്തി ആയിട്ട്, ആൻഡ് ഈ ബർത്ത് കൺട്രോളിന് വരുന്ന മെഷേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ കാണുന്നു. ആൻഡ് അത് കഴിഞ്ഞ് അടുത്ത ടോപ്പിക് മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്തൊക്കെയാണ്, അതിന്റെ താഴെ എന്തൊക്കെയാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഫോർത്ത് ടോപ്പിക് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, ആൻഡ് ഫൈനലി ഇൻഫെർട്ടിലിറ്റി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആൻഡ് ഇതില് മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് വന്ന ഏരിയ എന്ന് പറയുന്നത് IUDs ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് എന്തൊക്കെയാണ്, ആൻഡ് അതിന്റെ താഴെ NCERT കൊടുത്തിരിക്കുന്ന സാധനങ്ങൾ, ആൻഡ് ഫൈനലി STIs. ഇതാണ് മോസ്റ്റ്ലി ചോദിക്കുന്നത്. ആൻഡ് ഇതല്ലാണ്ട് ഈ 5 ടോപ്പിക്സിൽ നിന്നും മേ ബി ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഏതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? ദ ടേം റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അതിനെപ്പറ്റി നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? അപ്പോ അതിനെപ്പറ്റി ഫസ്റ്റ് ഡെഫിനിഷൻ ഉണ്ടാക്കാൻ നോക്കിയപ്പോ നമ്മൾ എങ്ങനെ ഉണ്ടാക്കി? ഇറ്റ് സിംപ്ലി റെഫേഴ്സ് ടു ഹെൽത്തി റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് വിത്ത് നോർമൽ ഫങ്ഷൻസ്. അതായത് ജസ്റ്റ് ഹെൽത്തി റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉണ്ടാവുക ആൻഡ് അതിന്റെ നോർമൽ ഫങ്ഷനും ആയിട്ട് കൺസേൺ ചെയ്യുന്ന സാധനങ്ങളെ നമ്മൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ അണ്ടർ ആയിട്ട് കൺസിഡർ ചെയ്തു. പക്ഷെ നമുക്ക് എന്ത് മനസ്സിലായി? അതിനൊരു ബ്രോഡർ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് കൂടെ ഉണ്ട്, വിച്ച് ഇൻക്ലൂഡ്സ് എന്തൊക്കെ? ഫെർദർ ആയിട്ട് ഇമോഷണലും സോഷ്യൽ ആസ്പെക്ട്സും ആയിട്ടും കൂടി അതിനെ നമ്മൾ കോറിലേറ്റ് ചെയ്യണം. അപ്പോൾ ആ ഡെഫിനിഷൻ ഒരു ബ്രോഡർ ഡെഫിനിഷൻ കൊണ്ടുവരാൻ, ബ്രോഡർ പെർസ്പെക്റ്റീവ് കൊണ്ടുവരാൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO പുതിയൊരു ഡെഫിനിഷൻ കൊണ്ടുവന്നു, ഇൻക്ലൂഡിങ് എവ്രിതിങ്. അതായത് ഫിസിക്കൽ മാത്രമല്ല ബാക്കിയുള്ള ഇമോഷണലും ബിഹേവിയറലും സോഷ്യലും ആസ്പെക്ട്സും ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ അവര് ഡെഫിനിഷൻ കൊണ്ടുവന്നു. ആൻഡ് ഈ ഡെഫിനിഷൻ എന്ത് പറയുന്നു? ഈ ഡെഫിനിഷൻ പറയുന്നു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് in all aspects of reproduction, that is physical, emotional, behavioral and social. ഇത്രയും ആസ്പെക്ട്സ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ആക്ച്വലി റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഇനി ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും? ഒരു സൊസൈറ്റി വിത്ത് പീപ്പിൾ ഹാവിംഗ് ഫിസിക്കലി ആൻഡ് ഫങ്ഷണലി നോർമൽ ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് അലോങ് വിത്ത് നോർമൽ ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ ഇന്ററാക്ഷൻസ്. അതായത് സെക്സ് റിലേറ്റഡ് ആസ്പെക്ട്സിനും അല്ലാത്തതുമായിട്ടുള്ള ആസ്പെക്ട്സിനും എന്താണ് നോർമൽ ആയിട്ടുള്ള ഇമോഷണൽ ബിഹേവിയറൽ ഇന്ററാക്ഷൻസും എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഈ ഡെഫിനിഷനിലൂടെ കണ്ടു. ഇനി ഫസ്റ്റ് ടോപ്പിക് സ്റ്റാർട്ട് ചെയ്യുന്നത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അതിൽ വരുന്നത് പ്രോബ്ലംസ് ആദ്യം നോക്കുക, ആൻഡ് അതിന് ഇത് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ്, അതിനെ ഓവർകം ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് എന്താണ് ഗവൺമെന്റ് ഡെവലപ്പ് ചെയ്തത് അത് നോക്കുക. അപ്പോ അതിൽ ഫസ്റ്റ് തിങ് ടു ബി നോട്ടഡ്, India was amongst the first countries to initiate action plans and programs at a national level to attain what? എന്താണ് നമ്മുടെ aim? To achieve total reproductive health as a social goal. അതായത് total reproductive health and അത് അറ്റൈൻ ചെയ്യാനുള്ള ആക്ഷൻ പ്ലാൻസും പ്രോഗ്രാംസും ഏത് ലെവലിൽ? ഒരു നാഷണൽ ലെവലിൽ കൊണ്ടുവരാൻ തുടങ്ങിയ കൺട്രീസിൽ ഇന്ത്യയും എന്തായിരുന്നു എമംഗ്സ് ദി ഫസ്റ്റ് കൺട്രീസ്. ഇത്രയും കാര്യങ്ങൾ നോക്കുക. ആൻഡ് ഇതിൽ കൊണ്ടുവന്ന പ്രോഗ്രാംസിന് നമ്മൾ എന്ത് വിളിച്ചു? ഫാമിലി പ്ലാനിങ് പ്രോഗ്രാംസ്. ആൻഡ് അവർ ഇനീഷ്യേറ്റ് ചെയ്ത ഇയർ 1951. ഈ സർക്കിൾ ചെയ്തത് റെഡ് വെച്ച് സർക്കിൾ ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോയിന്റ് ഓഫ് വ്യൂല്, MCQ പോയിന്റ് ഓഫ് വ്യൂല് എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്നുള്ള രീതിയിലാണ്. ആൻഡ് ഫാമിലി പ്ലാനിങ് പ്രോഗ്രാംസ് കൊണ്ടുവന്നു, ഇയർ നമ്മൾ കണ്ടു. ഇനി അങ്ങനത്തെ കൊണ്ടുവന്ന പ്രോഗ്രാംസ് ഇപ്പോ കറന്റ്ലി ഇൻ ഓപ്പറേഷൻ അണ്ടർ ഏത് നെയിമില്? റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ. റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ അല്ലെങ്കിൽ RCH പ്രോഗ്രാംസ് എന്ന് പറഞ്ഞാണ് ഇപ്പൊ അത് പോപ്പുലർ ആയിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ എയിം എന്താണ്? ടു അച്ചീവ് വാട്ട്? എന്താണ്? ടു ക്രിയേറ്റ് അവയർനെസ് among people about various reproduction related aspects. ആൻഡ് ഇതിനു വേണ്ടി അവയർനെസ് കൊണ്ടുവരാം. ആൻഡ് ഈ അവയർനെസ് കൊണ്ടുവന്ന് മനസ്സിലാക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് അഭിമുഖീകരിക്കാൻ അല്ലെങ്കിൽ ഓവർകം ചെയ്യാനുള്ള ഫെസിലിറ്റീസും സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുക.
ആൻഡ് ഫൈനലി ടു ബിൽഡ് അപ്പ് എ റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി സൊസൈറ്റി. ഇത്രയും കാര്യങ്ങളാണ് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയറിന്റെ താഴെ വരുന്ന മേജർ ടാസ്ക്സ്. ഇനി ഒന്ന് പോയിന്റ് വൈസ് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് RCH ആദ്യം കൊണ്ടുവരാൻ ശ്രമിച്ചു അവയർനെസ് അബൌട്ട് സെക്ഷുവൽ ഹെൽത്ത്. അതിനെ പറ്റിയുള്ള അവയർനെസ് എല്ലാവരിലേക്കും എത്തിക്കുക. ആൻഡ് അവർ അവെയർ ആയി കഴിഞ്ഞാൽ അവർക്ക് തെറ്റായ രീതിയിൽ മിസ്ഗൈഡ് ആവാണ്ടിരിക്കാൻ അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക അബൌട്ട് വാട്ട് ഏറ്റവും നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രോബ്ലംസ് ആയ ബർത്ത് കൺട്രോൾ, അതായത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ നമുക്ക് എങ്ങനെ കുറക്കാം, അതിന് വേണ്ടിയുള്ള ബർത്ത് കൺട്രോൾ മെത്തേഡ്സിനെ വെച്ച് അതിനെപ്പറ്റി അവരെ പഠിപ്പിക്കുക. ആൻഡ് ടു ടേക്ക് കെയർ അല്ലെങ്കിൽ കെയർ ഓഫ് പ്രഗ്നന്റ് മദേഴ്സ് എങ്ങനെ ചെയ്യാമെന്ന്. ആൻഡ് ഈ എഡ്യൂക്കേഷന്റെ താഴെ നമുക്ക് ഏതൊക്കെ ടോപ്പിക്സ് വേണം, അതായത് പ്രീനേറ്റൽ ആൻഡ് പോസ്റ്റ് നേറ്റൽ കെയറും, അതായത് പ്രഗ്നന്റ് മദേഴ്സിനെ പ്രീനേറ്റലും പോസ്റ്റ് നേറ്റൽ കെയറിനെയും സംബന്ധിച്ച് നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആൾക്കാരിലേക്ക് എത്തിക്കാം. ആൻഡ് ഇക്വാളിറ്റി, അതായത് വേർഡ് ഈ എഡ്യൂക്കേഷൻ എത്തിക്കുക. ഇതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോബ്ലം എന്താണ്, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, അല്ലെങ്കിൽ ആ പ്രോബ്ലം നമ്മൾ ഓവർകം ചെയ്ത് പോപ്പുലേഷൻ സ്റ്റെബിലൈസേഷൻ കൊണ്ടുവരാൻ നോക്കുക. ആൻഡ് ഫോർത്ത് പോയിന്റ് സെക്സ് റിലേറ്റഡ് ക്രൈംസ്, അത് കുറച്ച് കൊണ്ടുവരാം. ആൻഡ് ഫൈനലി ഇല്ലാണ്ടാക്കുന്ന രീതിയിലേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രാംസ് ഉണ്ടാക്കി കൊണ്ടുവരാം. ഫിഫ്ത് പോയിന്റ് റീസെർച്ച് നടത്തുക. എന്തിന്, ഈ ബർത്ത് കൺട്രോൾ മെഷേഴ്സിനെയും ബാക്കിയുള്ള ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കൺസേൺഡായി വരുന്ന ബാക്കിയുള്ള കാര്യങ്ങളിൽ റീസെർച്ച് നടത്തുക. ആൻഡ് ഏറ്റവും ലാസ്റ്റ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിനെ പറ്റി പഠിക്കുക ആൻഡ് അത് ആൾക്കാരിലേക്ക് എത്തിക്കുക. ഇത്രയുമാണ് മേജർ ടാസ്ക്സ് അണ്ടർ ഓപ്പറേഷൻ. ഏത് പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയറിന്റെ താഴെ വരുന്ന മേജർ ടാസ്ക്സ് ഇത്രയാണെന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ സക്സസ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മൾ ഇനി എന്ത് ചെയ്തു, നെക്സ്റ്റ് തിങ് പറഞ്ഞത് നമ്മൾ വേറൊരു സാധനം കൊണ്ടുവന്നു. എന്താണ്, സ്റ്റാറ്റ്യൂട്ടറി ബാൻ ഓൺ ആംനിയോസെന്റസിസ്. എന്താണ് ആംനിയോസെന്റസിസ്? അതൊരു പ്രീനേറ്റൽ ടെസ്റ്റിംഗ് ആണ്. ഇത് മെയിൻലി നടത്തിക്കൊണ്ടിരുന്നത് എന്തുകൊണ്ടായിരുന്നു? ദിസ് പ്രൊസീജിയർ ഇസ് യൂസ് ടു ടെസ്റ്റ് ഫോർ ദി പ്രസൻസ് ഓഫ് സർട്ടൻ ജെനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടോ, അതായത് സർവൈവബിലിറ്റി ഓഫ് ഫീറ്റസ് എത്രത്തോളം സർവൈവ് ചെയ്യുന്ന അറിയാനുള്ള ഇത് ഡിറ്റർമിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ജെനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടോ, സച്ചസ് ഡൗൺ സിൻഡ്രോം, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ തുടങ്ങിയ സാധനങ്ങൾ ഉണ്ടോ, അസുഖങ്ങൾ ഉണ്ടോ, ആൻഡ് എത്രത്തോളം സർവൈവബിൾ ആണ് ഫീറ്റസ് എന്നറിയാൻ വേണ്ടിയാണ് ഈ പ്രൊസീജിയർ, അതായത് പ്രീനേറ്റൽ ടെസ്റ്റിംഗ് ആയ ആംനിയോസെന്റസിസ് നടത്തിക്കൊണ്ട് വന്നത്. ആൻഡ് ഇതിലെന്താണ് ചെയ്യുന്നത്, ആംനിയോന്റെ ഉള്ളിലെ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഒരു സിറിഞ്ച് വെച്ച് നമ്മൾ കളക്ട് ചെയ്തെടുക്കുന്നു. ആൻഡ് നമുക്കറിയാം ഇവിടെ ഫീറ്റസ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഫ്ലൂയിഡിൽ ഫീറ്റൽ സെൽസും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഈ ഫീറ്റൽ സെൽസ് നമ്മൾ എന്തിന് സെൻഡ് ചെയ്യുന്നു, കാരിയോ ടൈപ്പിങ്ങിന് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ കാരിയോ ടൈപ്പിങ്ങിന് സെൻഡ് ചെയ്യുന്ന നമുക്ക് മനസ്സിലാവും അത് XX ആണോ XY ആണോ, അതായത് മെയിൽ ചൈൽഡ് ആണോ ഫീമെയിൽ ചൈൽഡ് ആണോ. ആൻഡ് ഫൈനലി സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നു. ആൻഡ് ഇതിന്റെ കൂടെ തന്നെ എന്തെങ്കിലും ജെനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ബാക്കിയുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടോ, സർവൈവബിലിറ്റി എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്നു. അപ്പോ ഇത് നമ്മൾ കുറെ ആൾക്കാരെ മിസ്യൂസ് ചെയ്തു ടു ഫൈൻഡ് ഔട്ട് ഇഫ് ഇറ്റ്സ് എ ഗേൾ ചൈൽഡ്. അതൊരു ഗേൾ ചൈൽഡ് ആണെങ്കിൽ പ്രിഫറബിളി അവർ എന്തിനു പോകും, ഫീമെയിൽ ഫീറ്റിസൈഡ്സിന് പോകുന്നു. അപ്പോൾ അതൊരു പ്രോബ്ലം ആയിട്ട് വന്നതുകൊണ്ട് നമ്മൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ബാൻ കൊണ്ടുവന്നു ഓൺ ദിസ് പ്രോസസ് ആംനിയോസെന്റസിസ്. അതാണ് ഗവൺമെന്റ് അടുത്ത നീക്കം. ആൻഡ് ഇത് കഴിഞ്ഞ് നമ്മൾ റീസെർച്ചിന്റെ കാര്യം പഠിക്കുമ്പോ റീസെർച്ചിൽ എന്താണ്, അതില് മുമ്പ് ചോദിച്ച പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് സഹേലി എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഫസ്റ്റ്, ഇറ്റ്സ് എ ന്യൂ ഓറൽ കോൺട്രസെപ്റ്റീവ്. ഓറൽ ആയിട്ടുള്ള ഒരു കോൺട്രസെപ്റ്റീവ് ആണ് ഫോർ ഫീമെയിൽസ്. ആൻഡ് അത് ഡെവലപ്പ് ചെയ്ത ആരാണെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡെവലപ്പ് ചെയ്തത് സയന്റിസ്റ്റ് അറ്റ് CDRI, അതായത് ലക്നൌവിലെ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുവന്ന ഒരു ഓറൽ കോൺട്രസെപ്റ്റീവ് ആണ് ഫോർ ദി ഫീമെയിൽസ്, മെയിൻലി സഹേലി. അപ്പോ ഇതിന് അറൌണ്ട് ഏത് MCQ ചോദിച്ചാലും പറയാൻ അറിഞ്ഞിരിക്കണം. ഇനി ഇത്രയും അറിഞ്ഞു കഴിഞ്ഞാല് നെക്സ്റ്റ് എന്താണ്, ഇപ്പൊ നമ്മള് ഫസ്റ്റ് ടോപ്പിക് ആയ ഏത് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ പ്രോബ്ലംസും ഗവൺമെന്റ് കൊണ്ടുവന്ന സ്ട്രാറ്റജീസും കംപ്ലീറ്റ് ചെയ്തു. ഇനി
പോപ്പുലേഷൻ സ്റ്റെബിലൈസേഷൻ ആൻഡ് ബർത്ത് കൺട്രോൾ എങ്ങനെ കൊണ്ടുവരാം? പോപ്പുലേഷൻ സ്റ്റെബിലൈസേഷൻ ആൻഡ് ബർത്ത് കൺട്രോൾ ആദ്യം MCQ പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ചോദിക്കാൻ സാധ്യതയുള്ള NCERT സെന്റൻസസ് നോക്കുമ്പോൾ ദ വേൾഡ് പോപ്പുലേഷൻ എത്രയായിരുന്നു? വിച്ച് വാസ് അറൌണ്ട് 2 billion in 1900. 1900 വേൾഡ് പോപ്പുലേഷൻ എത്രയായിരുന്നു? 2 billion. പക്ഷേ അത് 2000 ആയപ്പോഴത്തേക്കും എത്രയായി? അറൌണ്ട് 6 billion ആയി. 2000 ആയപ്പോഴേക്കും 6 billion ആയി. ഇനി ഇത് വേൾഡിന്റെ കാര്യം എന്ന് പറഞ്ഞത്. സിമിലർ ട്രെൻഡ് നമുക്ക് ഇന്ത്യയിലും കാണാൻ പറ്റി. ആൻഡ് ഇന്ത്യയിൽ എങ്ങനെയാണ് പോപ്പുലേഷൻ ഇൻഡിപെൻഡൻസിന് അറൌണ്ട്, അതായത് 1947 1950s എടുത്ത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 1950s അറൌണ്ട് എത്രയായിരുന്നു? വിച്ച് വാസ് അറൌണ്ട് 350 million. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഇൻഡിപെൻഡൻസിന്റെ അറൌണ്ട് നമുക്ക് 350 million ആയിരുന്നു പോപ്പുലേഷൻ. ആൻഡ് ഇത് എത്ര വരെ റീച്ച് ചെയ്തു? ടു ദ ബില്യൺ മാർക്കിലെത്തി ബൈ 2000. ആൻഡ് ഫൈനലി ഇറ്റ് ക്രോസ്ഡ് 1.2 billion in May 2011. Sorry, 2011 ക്രോസ്ഡ് 1.2 billion. ഈ സ്റ്റാറ്റിസ്റ്റിക്സ് കണക്ക് അറിഞ്ഞിരിക്കുക, കാരണം MCQ ചോദിച്ചാൽ പറയേണ്ടി വരും. ഇനി ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫൈൻഡിങ്, അല്ലെങ്കിൽ MCQ റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ. ഇനി വേറെ എന്തും കൂടി ഒബ്സർവ് ചെയ്തു? റാപ്പിഡ് ഡിക്ലൈൻ ഇൻ ഡെത്ത് റേറ്റ്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്. ഡെത്ത് റേറ്റിലും മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റിലും ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റിലും ഉള്ളൊരു റാപ്പിഡ് ഡിക്ലൈൻ along with increase in number of people in reproducible age. ഇത്രയും കാര്യങ്ങൾ വന്നപ്പോ ഇത്രയുമാണ് നമുക്ക് റീസൺസ് മനസ്സിലായി എന്തിന് ഇത്രയും പോപ്പുലേഷൻ എക്സ്പ്ലോഷന് കാരണക്കാരായിട്ട് വരുന്നത്. ഇനി നമ്മുടെ റീപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്ത് കെയർ RCH പ്രോഗ്രാമിൽ നമുക്ക് എന്താണ് അടുത്ത എയിം? പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് അല്ലെങ്കിൽ ഈ എക്സ്പ്ലോഷന്റെ ഇത് താഴെ കൊണ്ടുവരാം. പക്ഷേ സ്റ്റിൽ നമ്മൾ നോക്കിയപ്പോ ഇതിന് കാര്യമായിട്ടുള്ള ഒരു ഡിക്രീസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല. ആൻഡ് 2011 സെൻസസ് റിപ്പോർട്ട് അനുസരിച്ച് പോപ്പുലേഷൻ ഗ്രോത്ത് എത്രയായിരുന്നു കണ്ടത്? വാസ് ലെസ് ദാൻ 2%. അതായത് 20,000 people 20 per year. ആ റേറ്റ് വെച്ച് ആർ പോപ്പുലേഷൻ എന്തിന് സാധിക്കും? ഇറ്റ് കുഡ് ഇൻക്രീസ് റാപ്പിഡ്ലി. അത്രയും അലാമിംഗ് ആയിട്ടുള്ള ഗ്രോത്ത് റേറ്റ് എന്തിനാണ്? നമ്മുടെ ബേസിക് റിക്വയർമെന്റ്സിന് പോലുള്ള സ്കേർസിറ്റിക്ക് ലീഡ് ചെയ്യും. അതായത് ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ്, ഇത്രയും കാര്യങ്ങളിൽ ഇത്രയും പോപ്പുലേഷൻ കൂടുമ്പോൾ നമുക്ക് എന്താവും? കോമ്പറ്റീഷൻ വരും. ആൻഡ് ഫൈനലി നമുക്ക് ആബ്സല്യൂട്ട് സ്കേർസിറ്റി വരുന്ന അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഗവൺമെന്റിന് വേറെ ചില മെത്തേഡ്സ് അല്ലെങ്കിൽ മെഷേഴ്സും കൂടി ടേക്ക് അപ്പോൺ ചെയ്യേണ്ടി വന്നു ടു ചെക്ക് അല്ലെങ്കിൽ ഡിക്രീസ് ദിസ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്. അതിനെ പറ്റിയാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷന് നമ്മൾ എന്ത് പറഞ്ഞു? നമ്മള് ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ്സും പ്രോഗ്രാംസും കൊണ്ടുവന്നതിനോടുകൂടി ഇത്രയൊക്കെ കൊണ്ടുവന്നെങ്കിലും നമുക്ക് ഒരു വലിയ കാര്യത്തിലുള്ള ഡിക്രീസ് കൊണ്ടുവരാൻ പറ്റിയില്ല. കാരണം എന്താണ്? റാപ്പിഡ് ഡിക്ലൈൻ ഇൻ ഡെത്ത് റേറ്റ്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് അത് കുറഞ്ഞു. ആൻഡ് റീപ്രൊഡ്യൂസിബിൾ ഏജിലുള്ള ആൾക്കാരുടെ എണ്ണവും കൂടിയതുകൊണ്ട് നമുക്കൊരു കാര്യമായിട്ടുള്ള നോട്ടബിൾ ഡിക്രീസ് കൊണ്ടുവരാൻ പറ്റില്ല പോപ്പുലേഷൻ ഗ്രോത്തിൽ. അപ്പോ നമുക്ക് വേറെ ചില മെഷേഴ്സും കൊണ്ടുവരേണ്ടി വന്നു. ആൻഡ് ഇതിൽ വരുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്താണ്? കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് കൊണ്ടുവരാ. അതായത് എല്ലാ ഫാമിലീസിലും കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് കൊണ്ടുവന്ന് പോപ്പുലേഷൻ കുറച്ചു വരാൻ നോക്കുക. ഇതിനു വേണ്ടി ആദ്യം ചെയ്തത് സ്റ്റാറ്റ്യൂട്ടറി റേസിംഗ് ഓഫ് മാരേജബിൾ ഏജ് ഓഫ് ദ ഫീമെയിൽ ടു 18 years and that of males to 21 years. ആൻഡ് ഇതിന്റെ കൂടെ തന്നെ ഏജ് റേസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ഇൻസെന്റീവ്സും പ്രൊവൈഡ് ചെയ്തു ടു കപ്പിൾസ് വിത്ത് സ്മോൾ ഫാമിലീസ്. ഈ രണ്ട് മെഷേഴ്സും എന്താണ്? ഈ പ്രോബ്ലംസിനെ ടാക്കിൾ ചെയ്യാനുള്ള അടുത്ത മെഷർ ആയിരുന്നു ബൈ ദി ഗവൺമെന്റ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട്
മെത്തേഡ്സ് എങ്ങനെയാണ് ആൻഡ് അതിന്റെ ബാക്കിയുള്ള പോയിന്റ്സ് ടൈപ്സ് എങ്ങനെയാണ് ആൻഡ് അതിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. അപ്പൊ ഫസ്റ്റ്ലി ഞാൻ പറഞ്ഞു ബർത്ത് കൺട്രോൾ മെത്തേഡ്സ് അല്ലെങ്കിൽ കോൺട്രസെപ്ഷൻ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന പാർട്ടാണ്. അപ്പോ കോൺട്രസെപ്ഷൻ അതിൽ ഫസ്റ്റ് നമ്മൾ എന്താണ് ഐഡിയൽ കോൺസെപ്റ്റീവ്, അതായത് നമ്മളൊരു കോൺട്രസെപ്റ്റീവ് ഉപയോഗിക്കുമ്പോൾ അത് ഐഡിയൽ ആണെന്ന് പറയണമെങ്കിൽ അതിന് എന്തൊക്കെ വേണം. അതിൽ ഫസ്റ്റ് അത് യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, എന്നാലേ ആൾക്കാർ വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങുള്ളൂ. അതായത് അവർക്ക് വലിയ ഡിഫിക്കൽട്ടി ഇല്ലാണ്ട് യൂസബിൾ ആയിരിക്കണം, യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, ഈസിലി അവൈലബിൾ, അവൈലബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കരുത്, ഈസിലി അവൈലബിൾ ആയിരിക്കണം. ആൻഡ് അവൈലബിൾ ആണ്, യൂസർ ഫ്രണ്ട്ലി ആണ്, അപ്പൊ ആൾക്കാർ വാങ്ങി ഉപയോഗിക്കുന്നതിന്റെ കൂടെ തന്നെ എന്തും കൂടി ആവണം, എഫക്റ്റീവ് ആയിരിക്കണം. എഫക്റ്റീവിന്റെ കൂടെ റിവേഴ്സിബിൾ ആയിരിക്കണം. കാരണം എന്താ, നമുക്ക് അവർക്ക് ഏത് പോയിന്റ് ഓഫ് ടൈമിലും റിവേഴ്സ് ചെയ്യണം. ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ബേബിനെ ഉണ്ടാക്കണം തോന്നുമ്പോൾ അവർക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും, അപ്പൊ റിവേഴ്സിബിൾ ആയിരിക്കണം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൺസേൺ ഉപയോഗിക്കുന്നവർ എന്തൊക്കെയാണ്, സൈഡ് ഇഫക്ട്സ് ഓൾമോസ്റ്റ് നില്ലായിരിക്കണം, അല്ലാണ്ട് ആൾക്കാർ ഉപയോഗിക്കുന്നത് കുറവായിരിക്കും. കാരണം സൈഡ് ഇഫക്ട്സ് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് റീഫ്രെയിൻ ചെയ്യും ഉപയോഗിക്കാൻ. സൈഡ് ഇഫക്ട്സ് ഓൾമോസ്റ്റ് നില്ലായിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ഇന്റർഫിയർ വിത്ത് സെക്ഷുവൽ ഡ്രൈവ്. സെക്ഷുവൽ ഡ്രൈവിനോടും ഹോർമോൺസിനോടും അവരെ ഇന്റർഫിയർ ചെയ്യരുത്. അപ്പോ കോൺട്രസെപ്ഷനിലെ ആദ്യത്തെ പോയിന്റ് ഐഡിയൽ കോൺട്രസെപ്റ്റീവ് എന്താന്ന് നമ്മൾ കണ്ടു. ഇനി മെത്തേഡ്സ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കുന്ന മെത്തേഡ് നാച്ചുറൽ മെത്തേഡ്സ് എന്തൊക്കെയാണ്. നാച്ചുറൽ മെത്തേഡ്സിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് നാച്ചുറൽ മെത്തേഡ് എങ്ങനെയാണ് മെക്കാനിസം അല്ലെങ്കിൽ അവരുടെ മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാണ്, അവരെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ നാച്ചുറൽ മെത്തേഡ്സിനോട് വി അവോയ്ഡ് ചാൻസസ് ഓഫ് മീറ്റിംഗ്, അതായത് ഓവം ആൻഡ് സ്പേം മീറ്റ് ചെയ്താലേ ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ, ബേബി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന്റെ ചാൻസ് മാക്സിമം കുറച്ചു കൊണ്ടുവരാ, അതായത് അവോയ്ഡിങ് ചാൻസസ് ഓഫ് മീറ്റിംഗ് ഓഫ് ഓവ ആൻഡ് സ്പേം. ഇതാണ് നമ്മൾ എന്തിനെ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, നാച്ചുറൽ മെത്തേഡ്സിനെ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിന് ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കാലണ്ടർ മെത്തേഡ് അല്ലെങ്കിൽ പീരിയോഡിക് ആബ്സ്റ്റൻസ് അല്ലെങ്കിൽ അതിന്റെ വേറെ പേര് റിഥം മെത്തേഡ്. ഇതില് നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ പഠിച്ചു, നമുക്കറിയാം ഒരു 28 ഡേ സൈക്കിളാണ്, ഒരു 28 ഡേ സൈക്കിളാണ് നമ്മൾ ഫീമെയിൽസ് ആക്ച്വലി ഗോ ത്രൂ ചെയ്യുന്നത് ഓരോ മാസവും. ആൻഡ് നമുക്കറിയാം അതില് പകുതി 14th ഡേയിലാണ് ഓവുലേഷൻ നടക്കാൻ, ഉറപ്പായിട്ടുമല്ല ഒരു മോസ്റ്റ്ലി പ്രോബബ്ലി 14th ഡേയിലാണ് ഓവുലേഷൻ നടക്കാൻ ചാൻസ്. അപ്പോ ഈ ഓവുലേഷൻ നടക്കുന്ന 14th ഡേ ആസ്പദമാക്കി അതിന്റെ അറൌണ്ട് ഒരു 12, 10 ഇങ്ങോട്ട് എങ്ങനെയാ 16, 17, അതായത് ഒരു ഇത്രയും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാൽ സേഫ് ആയിരിക്കാൻ വേണ്ടിയിട്ട് 14th കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് നമ്മൾ അപ്പർ ആൻഡ് ലോവർ മാർജിൻ എടുത്ത് ഒരു 10 to 17 ഡേയ്സിൽ അവരെന്ത് ചെയ്യും, കോയിറ്റസ് അവോയ്ഡ് ചെയ്യും അല്ലെങ്കിൽ ഇന്റർകോഴ്സ് അവോയ്ഡ് ചെയ്യും. അങ്ങനെ മീറ്റിംഗ് ഓഫ് സ്പേം ആൻഡ് ഓവ അറൌണ്ട് ദിസ് പീരിയഡ് ഓഫ് ഓവുലേഷൻ, അതായത് ഓവുലേഷൻ നടന്നാലേ ഓവം ആൻഡ് സ്പേം മീറ്റ് ചെയ്യുള്ളൂ. അപ്പൊ ആ ഓവം റിലീസ് ആവുന്ന ടൈം പീരിയഡിൽ അവര് ആബ്സിനൻസ് പറഞ്ഞാൽ അവര് അവോയ്ഡ് ചെയ്യുന്നു ഏത്, നമ്മുടെ ഇന്റർകോഴ്സ്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ അല്ല, അതിന്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയാൻ കോയിറ്റസ് abstained or avoided during fertile period. ഫെർട്ടൈൽ പീരീഡ് അത് എത്രയാണ് കൺസിഡർ ചെയ്യുന്നത്, 10th to 17th ഡേയില് നമ്മൾ ആ ഓവുലേഷൻ നടക്കുന്ന സമയം സ്പേം എത്തുന്നില്ല, ഇന്റർകോഴ്സ് നടക്കാത്തതുകൊണ്ട്. അപ്പൊ നമ്മൾ മാക്സിമം കാലണ്ടർ മെത്തേഡ്, പീരിയോഡിക് ആബ്സ്റ്റിനൻസ് അല്ലെങ്കിൽ റിഥം മെത്തേഡ് വഴി നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു ചാൻസ് ഓഫ് മീറ്റിംഗ് ഓഫ് ഓവം ആൻഡ് സ്പേം. ഇനി ഇത് ഫസ്റ്റ് മെത്തേഡ്.
Second method, coitus interruptus. അല്ലെങ്കിൽ withdrawal method. ഇതില് എന്താണ് നടക്കുന്നത്? ആ ടേം പറയുന്ന പോലെ തന്നെ withdrawal of penis just before ejaculation. Ejaculation നടക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മൾ വിഡ്രോ ചെയ്യുക. അതായത് മെയിൽ ഓർഗനായ പീനിസ് നമുക്ക് വിഡ്രോ ചെയ്ത് മാക്സിമം പ്രിവെന്റ് ചെയ്യാൻ നോക്കുക ഇജാക്കുലേഷൻ ഇൻസൈഡ് ദി ഫീമെയിൽ ജെനൈറ്റൽ ട്രാക്ട്. ഇനി തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് ലാക്ടേഷണൽ അമിനീരിയ. മോസ്റ്റ്ലി പ്രഗ്നൻസി കഴിഞ്ഞ് ലാക്ടേഷന് വേണ്ടിയിട്ടുള്ള പ്രോലാക്റ്റിൻ റിലീസ് ചെയ്യുമ്പോൾ നമുക്കറിയാം പ്രോലാക്റ്റിൻ ഓവുലേഷനെ ഓൾമോസ്റ്റ് എന്ത് ചെയ്യും, സപ്രസ് ചെയ്യും. അങ്ങനെ ഓവുലേഷൻ സപ്രസ്ഡ് ആവുമ്പോൾ നമുക്കറിയാം പ്രഗ്നൻസി നടക്കില്ല. അങ്ങനെ നമുക്ക് എന്തുണ്ടാക്കാം, നമുക്ക് അത്രയും സമയം ഓൾമോസ്റ്റ് ലാക്ടേഷൻ എത്രയാണോ പ്രഗ്നൻസി നടന്ന പോസ്റ്റ് പാർട്ടം പീരീഡിൽ ഫീമെയിൽസിനുള്ളത് അത്രയും കാലം നമ്മൾ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഓവുലേഷൻ സപ്രസ്ഡ് ആവും. അങ്ങനെ പ്രഗ്നൻസി നമുക്ക് പ്രിവെന്റ് ചെയ്യാം. ഇതിന് താഴെ പറയാനുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത് പ്രോലാക്റ്റിൻ, ലാക്ടേഷന്റെ സമയത്ത് എന്ത് റിലീസ് ആവും, പ്രോലാക്റ്റിൻ റിലീസ് ആവും. പ്രോലാക്റ്റിൻ എന്ത് ചെയ്യും, നെഗറ്റീവ് ഫീഡ്ബാക്ക്, എഫ് ഡി എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് ടു FSH. FSHന് നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കുമ്പോൾ എന്ത് പറ്റും, ഓവുലേഷൻ സപ്രസ്ഡ് ആവും. ഇതേപോലെ ഓവുലേഷൻ സപ്രസ്ഡ് ആവുമ്പോൾ എന്ത് പറ്റും, ഫൈനലി നമ്മുടെ എയിം അച്ചീവ് ചെയ്യാൻ പറ്റും. അതായത് പ്രഗ്നൻസി നടക്കുന്നില്ല. ആൻഡ് ലാക്ടേഷൻ മോസ്റ്റ്ലി 6 months ആഫ്റ്റർ ഡെലിവറി കഴിഞ്ഞ് 6 months വരെ ഓൾമോസ്റ്റ് ബ്രസ്റ്റ് ഫീഡിങ് എക്സ്ക്ലൂസീവ് ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിക്കുന്നു പ്രോലാക്റ്റിൻ ഉള്ളതുകൊണ്ട് പ്രഗ്നൻസി നടക്കില്ലായിരിക്കും. അതുകൊണ്ട് അത് ഒരു നാച്ചുറൽ മെത്തേഡ് ആയിട്ട് കൺസിഡർ ചെയ്തു. പക്ഷേ നാച്ചുറൽ മെത്തേഡ്സ് ആർ ലീസ്റ്റ് റിലയബിൾ. കാരണം നമ്മൾ അസ്യൂം ചെയ്യാണ്, ഒരു ഉറപ്പില്ല ഇത് ഇങ്ങനെ തന്നെ നടക്കുന്നു, അപ്പൊ അത് ലീസ്റ്റ് റിലയബിൾ ആണ് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ നാച്ചുറൽ മെത്തേഡ്സിന്റെ കൂടെ നമുക്ക് എന്തും കൂടി കൊണ്ടുവരണം, കുറച്ച് അതർ മെത്തേഡ്സ്. നാച്ചുറൽ മെത്തേഡ്സിന് ഫുള്ളി റിലയബിൾ അല്ല, അതുകൊണ്ട് നമ്മൾ വേറെ ചില മെത്തേഡ്സിന്റെ യൂസേജ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം. അപ്പോ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ബാരിയർ മെത്തേഡ്. നാച്ചുറൽ മെത്തേഡ്സ് കഴിഞ്ഞു. ഇനി കുറച്ചും കൂടി റിലയബിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മെത്തേഡ് എന്താണെന്ന് റീസെർച്ച് ചെയ്തപ്പോൾ അടുത്ത കണ്ടുപിടിച്ചത് ബാരിയർ മെത്തേഡ്. ഈ ബാരിയർ മെത്തേഡിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ബാരിയർ നമ്മൾ യൂസ് ചെയ്യും, ബാരിയർ എന്താന്ന് കൂടുതൽ നമ്മൾ താഴോട്ട് വരുമ്പോൾ പറയും. ഈ ബാരിയറിന്റെ യൂസേജിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു അഡ്വാൻറ്റേജും കൂടി ഉണ്ട്. ഇറ്റ് ഹെൽപ്സ് ഫ്രം പ്രൊട്ടക്ഷൻ ഫ്രം STD, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്നുള്ള പ്രൊട്ടക്ഷനും അത് ഒരു പരിധി വരെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോ ആദ്യം നമ്മൾ ബാരിയർ മെത്തേഡിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ ഇതും എന്ത് ചെയ്യും, ബാരിയർ ആ ടേം പോലെ തന്നെ അവരൊരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആൻഡ് പ്രിവെന്റ്സ് ദ ഫിസിക്കൽ മീറ്റിംഗ് ഓഫ് ഓവം ആൻഡ് സ്പേം. അതായത് അവർ ഫിസിക്കലി മീറ്റ് ചെയ്യുന്നില്ല, കാരണം നടുക്ക് നമ്മളൊരു ബാരിയർ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. പ്രിവെന്റ് ഫിസിക്കൽ മീറ്റിംഗ് ഓഫ് ഓവം ആൻഡ് സ്പേം. ഇനി ഇതേ ബാരിയർ മെത്തേഡ് നമുക്ക് പഠിക്കാനുള്ളത് ഫീമെയിൽസിനും മെയിൽസിനും സെപ്പറേറ്റ്ലി പഠിക്കണം. ആൻഡ് ആദ്യം മെയിൽസ് നോക്കുകയാണെങ്കിൽ ബാരിയർ മെത്തേഡിന്റെ താഴെ യൂസബിൾ ആയിട്ടുള്ള സാധനമാണ് കോണ്ടം. എന്താണത്, റബ്ബർ പോലത്തെ ഒരു സാധനത്തിന് ഉണ്ടാക്കി വരുന്നൊരു ബാരിയർ ആണ്. ആൻഡ് ഇത് എന്ത് ചെയ്യും, ഇതിന്റെ ഫംഗ്ഷൻ ടു കവർ പീനിസ്. ആൻഡ് അങ്ങനെ ബാരിയർ ആയിട്ട് ആക്ട് ചെയ്ത് ഇറ്റ് പ്രിവെന്റ്സ് ദ ഫിസിക്കൽ മീറ്റിംഗ് ഓഫ് ഓവം ആൻഡ് സ്പേം. ഇതേപോലെ ഫീമെയിൽസിൽ കൊണ്ടുവന്നു. ഫീമെയിൽ മെയിലിനെ പോലെ തന്നെ, പക്ഷെ ഫീമെയിൽസിന്റെ ബോഡിയിൽ കവേഴ്സ് വജൈന ആൻഡ് സെർവിക്സ്. ആൻഡ് അതിന് എക്സാമ്പിൾ ആയിട്ട് NCERT കൊടുത്തിരിക്കുന്നത് ഡയഫ്രം, വോൾട്ട്, സെർവൈക്കൽ ക്യാപ്സ്. ഈ
എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് എക്സാമ്പിൾസ് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ ഈ എക്സാമ്പിൾസ് വരുന്നത് ഏതിന്റെ താഴെയാണെന്നും കൂടി അറിഞ്ഞിരിക്കണം, ഏത് മെത്തേഡിന്റെ താഴെയാണെന്നും കൂടി അറിഞ്ഞിരിക്കണം. ഇതേപോലെ മെയിൽസിന് ഒരു എക്സാമ്പിൾ നിരോധ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് കൊണ്ടുവന്ന കോണ്ടം. ഇനി അടുത്ത പോയിന്റ് എന്താന്ന് വെച്ചാൽ ഈ ബാരിയർ മെത്തേഡിൽ ഉപയോഗിക്കുന്ന കോണ്ടംസ് ആയാലും ഫീമെയിൽ കോണ്ടംസ് ആയാലും അതെന്താണ്, ഡിസ്പോസിബിൾ ആണ്. ഇന്റർകോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്പോസ് ചെയ്യണം. ആൻഡ് എഗെയിൻ ഈ ഡിസ്പോസിബിൾ ആയ ബാരിയർ മെത്തേഡ്സിന്റെ എഫിഷ്യൻസി കൂട്ടാൻ നമുക്ക് എന്തും കൂടി ഉപയോഗിക്കാം, കുറച്ച് സ്പെർമിസൈഡൽ ക്രീംസ് അല്ലെങ്കിൽ ജെല്ലീസ്, ഫോം, ഇത്രയും കാര്യങ്ങൾ ഉപയോഗിക്കാം അലോങ് വിത്ത് ദം. അതായത് ഈ കോണ്ടംസ് അല്ലെങ്കിൽ ഫീമെയിൽ കോണ്ടംസ് യൂസ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ സ്പെർമിസൈഡൽ ക്രീംസ്, ജെല്ലീസ് അല്ലെങ്കിൽ ഫോം കൂടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എഫിഷ്യൻസി നമുക്ക് മാക്സിമം കൂട്ടാൻ സാധിക്കും. ഇത്രയാണ് ബാരിയർ മെത്തേഡിന്റെ താഴെ നമ്മൾ പഠിച്ചത്. അപ്പൊ ആദ്യം നമ്മൾ നാച്ചുറൽ മെത്തേഡ്സ് കണ്ടു, അതിന് താഴെ വരുന്ന 3 മെത്തേഡ്സ് പിന്നെയും കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ബാരിയർ മെത്തേഡ് കണ്ടു, അതിന്റെ എക്സാമ്പിൾസ് കണ്ടു. ഇനി നെക്സ്റ്റ് വരുന്നത് ഇൻട്രായൂട്രൈൻ ഡിവൈസസ് അല്ലെങ്കിൽ ഇൻട്രായൂട്രൈൻ കോൺട്രസെപ്റ്റീവ് ഡിവൈസസ്. ഇതിന്റെ ഫുൾ ഫോം അറിഞ്ഞിരിക്കുക. ഇൻട്രായൂട്രൈൻ കോൺട്രസെപ്റ്റീവ് ഡിവൈസസ്. ഇനി ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദിസ് ഇസ് ഓൺലി യൂസ്ഡ് ബൈ ഫീമെയിൽസ്. ഫീമെയിൽസ് ആണ് കൂടുതലും അല്ലെങ്കിൽ മോസ്റ്റ്ലി ഇത് യൂസ് ചെയ്യുന്നത്. കാരണം എന്താ, ഇൻട്രാ യൂട്രൈൻ, യൂട്രസ് ഫീമെയിൽസിനാണ്. അപ്പോ ആരെ യൂസ് ചെയ്യുള്ളൂ, ഫീമെയിൽസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഡിവൈസ് ഇസ് ഇൻസേർട്ടഡ് എങ്ങോട്ടേക്ക്, പേര് പോലെ തന്നെ ഇൻടു യൂട്രസ് വയ വജൈന. വജൈന വഴി യൂട്രസിൽ ഇത് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നു. ആൻഡ് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താന്ന് വെച്ചാല് ദിസ് ഇസ് നോൺ സർജിക്കൽ. ഇൻസിഷൻ ഒന്നും എടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം വയ വജൈനയാണ് നമ്മൾ ചെയ്യുന്നത്. ആൻഡ് ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ചോദിച്ചു കഴിഞ്ഞാല് ഇതെന്ത് ചെയ്യുന്നു, ഈ ഇങ്ങനെയുള്ളൊരു ഡിവൈസ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നു യൂട്രസിൽ. ആൻഡ് അതെന്ത് ചെയ്യുന്നു, ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേംസ്. യൂട്രസിലെ സ്പേം എത്തുമ്പോൾ അവര് ഫാഗോസൈറ്റോസിസ് ചെയ്യുന്നു. ആൻഡ് അങ്ങനെ സ്പേമിനെ കൊല്ലുന്നു അല്ലെങ്കിൽ നശിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതെന്തായി, മോസ്റ്റ് ആക്സെപ്റ്റഡ് ആൻഡ് വെരി വൈഡ്ലി യൂസ്ഡ് ഫോർ വാട്ട്, ഫോർ സ്പേസിംഗ് ബിറ്റ്വീൻ ചിൽഡ്രൻ. അതായത് ഒരു കുട്ടി ഉണ്ടായ അടുത്ത കുട്ടി ഉണ്ടാവുന്നവരെ കുറച്ചൊരു ഏജ് ഗ്യാപ്പ് ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഒരു പ്രഗ്നൻസി കഴിയുമ്പോൾ തന്നെ ഡോക്ടർ കൊണ്ട് നമ്മൾ ഇത് ഇൻസേർട്ട് ചെയ്യുന്നു റൈറ്റ് ആഫ്റ്റർ പ്രഗ്നൻസി. ആൻഡ് നമുക്ക് ആവശ്യം വരുമ്പോൾ അത് റിമൂവ് ചെയ്യുന്നു. അങ്ങനെ ഇത് മോസ്റ്റ് അക്സെപ്റ്റഡ് മെത്തേഡ് ആയി. ഈ IUD അല്ലെങ്കിൽ IUCD പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിരിക്കുന്നതാണ്. ഇനി IUD എന്താണ്, ആരാണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ്, മെക്കാനിസം ഓഫ് ആക്ഷൻ എന്താണ്, അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നൊക്കെ കണ്ടു. ഇനി പഠിക്കുന്നത് ടൈപ്സ് ഓഫ് IUD. ടൈപ്സ് ഓഫ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. ടൈപ്സ് നോക്കുമ്പോൾ അത് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ്, നോൺ മെഡിക്കേറ്റഡ് IUD. സെക്കൻഡ്, copper releasing IUD. Third, hormonal IUD. നോൺ മെഡിക്കേറ്റഡ് എന്ന് വെച്ചാൽ അത് എക്സ്ട്രാ ഒന്നുമില്ല, ടു കിൽ സ്പേമിനെ കിൽ ചെയ്യാൻ എക്സ്ട്രാ ആയിട്ടൊന്നുമില്ല, ഇത് മെഡിക്കേഷൻസ് ഒന്നുമില്ല. ആൻഡ് ഇറ്റ് ഇസ് ബയോളജിക്കലി ഇനേർട്ട്. അത് ബയോളജിക്കലി ഇനേർട്ട് ആയി നോൺ മെഡിക്കേറ്റഡ് ടൈപ്പ് ആണ് ഫസ്റ്റ് ടൈപ്പ്. അതിന്റെ എക്സാമ്പിൾസ് ആർ വെരി ഇമ്പോർട്ടന്റ്. ലിപ്പസ് ലൂപ്പ്. ലിപ്പസ് ലൂപ്പ് കംസ് അണ്ടർ
നോൺ മെഡിക്കേറ്റഡ് IUD. ഇനി നെക്സ്റ്റ് തിങ്, കോപ്പർ റിലീസിങ് IUD. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ കോപ്പർ റിലീസ് ചെയ്ത് അതെന്താണ് ഫങ്ഷൻ ഓഫ് കോപ്പർ. നമുക്കറിയാം യൂട്രസിൽ നമ്മൾ ഈ IUD പ്ലേസ് ചെയ്യുന്നു, ഈ ഡിവൈസ് പ്ലേസ് ചെയ്യുന്നു. ആൻഡ് ഈ ഡിവൈസിന്റെ പ്രത്യേകത എന്താ? അത് കോപ്പർ റിലീസിങ് ആണ്. കോപ്പർ റിലീസ് ചെയ്യും. ഈ കോപ്പർ എന്ത് ചെയ്യുന്ന വെച്ചാൽ സ്പേം മോട്ടിലിറ്റി കുറക്കും. അത് ഫസ്റ്റ് പോയിന്റ്. ഡിക്രീസ് സ്പേം മോട്ടിലിറ്റി. മോട്ടിലിറ്റി ഇവിടെ തന്നെ ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഓവുലേഷൻ വഴി റിലീസായ ഓവത്തില് പോയി ഫെർട്ടിലൈസേഷൻ നടക്കാൻ പറ്റില്ല. അപ്പൊ അതെന്ത് ചെയ്തു? ഡിക്രീസ്ഡ് സ്പേം മോട്ടിലിറ്റി. അങ്ങനെ സ്പേം മോട്ടിലിറ്റി കുറയുമ്പോൾ ഫൈനലി എന്ത് പറ്റും? ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി ഓഫ് സ്പേം ഡിക്രീസ്ഡ് ആവും. ഫെർട്ടിലൈസിങ് കപ്പാസിറ്റി is also decreased. അപ്പൊ അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ കിട്ടി കോപ്പർ റിലീസിങ് IUD. ഇനി എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ കോപ്പർ 3, കോപ്പർ 7, മൾട്ടി ലോഡ് 375. എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ് ഈ മൂന്നും. ആൻഡ് ഇതിന്റെ എക്സാമ്പിൾ അലോങ് വിത്ത് മെക്കാനിസം ഓഫ് ആക്ഷൻ. ഇനി ലാസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ഹോർമോണൽ IUD. ഹോർമോണൽ IUDന്റെ മെയിൻ എയിം എന്താന്ന് വെച്ചാല് അവരെന്ത് ചെയ്യും? യൂട്രസിനെ ഇംപ്ലാന്റേഷന് ഇൻഹോസ്പിറ്റബിൾ ആക്കും. ഇൻഹോസ്പിറ്റബിൾ എന്ന് വെച്ചാൽ അവര് ഇംപ്ലാന്റേഷന് ഹെൽപ്പ് ചെയ്യാണ്ടിരിക്കുന്ന രീതിയിൽ ഹോർമോൺസിനെ അവര് ഇത് ചെയ്യും. നമുക്കറിയാം ഇംപ്ലാന്റേഷന് പ്രൊജസ്ട്രോൺ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് പ്രൊജസ്ട്രോൺ ആണ് എന്ത് ഇംപ്ലാന്റേഷന് വേണ്ടിയുള്ള ന്യൂട്രിറ്റീവ് ടിഷ്യൂസിനെ ഡെവലപ്പ് ചെയ്യുന്നത് എൻഡോമെട്രിയത്തിൽ. അപ്പോൾ ഈ ഹോർമോണൽ IUD കഴിക്കുമ്പോൾ ഈ യൂട്രസിനെ ഇൻഹോസ്പിറ്റബിൾ ആക്കുന്ന രീതിയിൽ ചേഞ്ചസ് കൊണ്ടുവരും ഇൻ ഹോർമോൺസ്. അപ്പൊ എന്ത് പറ്റും? ഇംപ്ലാന്റേഷൻ നടക്കില്ല. ആൻഡ് ഫൈനലി നമ്മുടെ ബേബി ഉണ്ടാവുന്ന ചാൻസും അതേപോലെ കുറയും. അപ്പോ അതിന്റെ ഫസ്റ്റ് എയിം ഹോർമോണൽ IUD എന്താണ് ചെയ്യുന്നത്? ഇറ്റ് മേക്സ് യൂട്രസ് ഇൻഹോസ്പിറ്റബിൾ ഫോർ ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷൻ ഇൻഹോസ്പിറ്റബിൾ ആക്കുന്നതിന്റെ കൂടെ തന്നെ ഹോർമോണൽ IUD ആയതുകൊണ്ട് ഇത് ഓവുലേഷനും നടക്കാണ്ടിരിക്കാൻ, ഫീമെയിൽ ഓവുലേഷൻ നടക്കാണ്ടിരിക്കാനുള്ള സാധ്യതകളും കൂട്ടും. ആൻഡ് അലോങ് വിത്ത് ദീസ് ഇതൊന്ന് ഒരു കാര്യം കൂടി ചെയ്യും, സെർവൈക്കൽ ഫ്ലൂയിഡ് തിക്കൻഡ് ആക്കും. സെർവൈക്കൽ ഫ്ലൂയിഡ് തിക്കൻഡ് ആകുമ്പോൾ എന്താ പറ്റുക? സെർവൈക്കൽ ഫ്ലൂയിഡ് കടന്ന് നമ്മുടെ സ്പേമിന് എവിടെ എത്താൻ പറ്റില്ല? യൂട്രസിലെത്തി ഫൈനലി ഓവുലേഷൻ നടത്താൻ പറ്റില്ല. അപ്പൊ സെർവൈക്കൽ ഫ്ലൂയിഡ് തിക്കൻഡ് ആക്കുന്ന പ്രോപ്പർട്ടിയും ഏതിനുണ്ട്? ഹോർമോണൽ IUDസിനുണ്ട്. ഇനി അടുത്ത ഇമ്പോർട്ടൻസ് ആണ് എക്സാമ്പിൾസ്. മെക്കാനിസം ഓഫ് ആക്ഷൻ കണ്ടു, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് കണ്ടു. ഇനി എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ LNG-20, പ്രൊജസ്റ്റാസേർട്ട്, ഈ രണ്ടുമാണ് എന്തിന്റെ എക്സാമ്പിൾ? ഹോർമോണൽ IUDസിന്റെ എക്സാമ്പിൾസ്. അപ്പോ നമ്മളിപ്പോ എന്തുവരെ കണ്ടു? തേർഡ് പോയിന്റ് ആയ IUDs, ഇൻട്രായൂട്രൈൻ കോൺട്രസെപ്റ്റീവ് ഡിവൈസസ്, അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആൻഡ് ആക്സെപ്റ്റബിലിറ്റി കൂടാനുള്ള കാരണങ്ങൾ ആൻഡ് അതിന്റെ ടൈപ്സ്. ഇത്രയും ടൈപ്സ് വിത്ത് എക്സാമ്പിൾസ്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി അടുത്ത ടൈപ്പ് ഓഫ് കോൺട്രസെപ്റ്റീവ് ഓറൽ കോൺട്രസെപ്റ്റീവ്. അതായത് ഓറലി എടുക്കാൻ പറ്റുന്ന, അതായത് പിൽ ടൈപ്സ് ഉള്ള കോൺട്രസെപ്റ്റീവ്സ്. അതിന്റെ താഴെ വരുന്നത് ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. എന്തൊക്കെ വന്നു? മിനി പിൽ, രണ്ടാമത്തെ ടൈപ്പ് കോമ്പിനേഷൻ പിൽ. മിനി പില്ലിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ ഇതിൽ ജസ്റ്റ് പ്രൊജസ്ട്രോൺ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓർലി നമ്മളൊരു സാധനം കഴിച്ചത് കോൺട്രസെപ്ഷൻ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ഹോർമോൺസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിരിക്കണം. അപ്പോ മിനി പില്ല് എന്ത് മാത്രമേ ഉള്ളൂ? പ്രൊജസ്ട്രോൺ മാത്രമേ ഉള്ളൂ. പക്ഷെ കോമ്പിനേഷൻ ടേം പറയുന്ന കമ്പൈൻഡ് ആണ് എന്തോ രണ്ട് സാധനം. എന്തൊക്കെ? പ്രൊജസ്ട്രോൺ പ്ലസ് ഈസ്ട്രജൻ. ഇത് രണ്ടും കമ്പൈൻ ചെയ്തിരിക്കുന്ന പിൽ കോമ്പിനേഷൻ പിൽ എന്ന് വിളിച്ചു. ഓറൽ കോൺട്രസെപ്ഷൻ അഗൈൻ ഓഫ് 2 ടൈപ്സ്. അതിൽ പ്രൊജസ്ട്രോൺ മാത്രം വരുന്നതിന് മിനി പിൽ, പ്രൊജസ്ട്രോണും ഈസ്ട്രജനും കൂടി വരുന്നതിന് കോമ്പിനേഷൻ പിൽ എന്ന് വിളിച്ചു. ഇനി മെക്കാനിസം ഓഫ്
മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഹോർമോണൽ IUD പോലെ തന്നെ യൂട്രസിനെ ഇൻഹോസ്പിറ്റബിൾ ആക്കുന്നു, സെർവൈക്കൽ മ്യൂക്കസിനെ തിക്കൻഡ് ആക്കുന്നു, ഓവുലേഷനെ പ്രിവെന്റ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ പിൽസിന്റെ ഫംഗ്ഷൻ ആൻഡ് മെക്കാനിസം ഓഫ് ആക്ഷൻ, ടൈപ്സ്, ഇത്രയും കാര്യങ്ങൾ കണ്ടു. ഇനി ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് അബൌട്ട് CDRI, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയ CDRI, സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയ CDRI. എവിടെയാണ് അത് സിറ്റുവേറ്റഡ്? ലക്നൗ, ഇന്ത്യ. അതും അറിഞ്ഞിരിക്കണം, കാരണം MCQ ചോദിക്കുന്നതാണ് ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത്. ആൻഡ് ഇവരെന്ത് ചെയ്തു? നോൺ ഹോർമോണൽ അല്ലെങ്കിൽ നോൺ സ്റ്റീറോയിഡൽ ആയ ഒരു പില്ലിനെ ഡെവലപ്പ് ചെയ്തു. ആൻഡ് നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതിന്റെ പേരാണ് സെൻക്രോമാൻ. അല്ലെങ്കിൽ സെൻക്രോമാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതിന്റെ വേറെ പേരാണ് സഹേലി. സഹേലിനെ പറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. ആൻഡ് അതെന്താണ്? ഇറ്റ്സ് ആൻ ഓറൽ കോൺട്രസെപ്റ്റീവ് ഫോർ ഫീമെയിൽസ് ആൻഡ് ഇറ്റ് ഇസ് ടേക്കൺ വൺസ് എ വീക്ക്. അതായത് അതൊരു വൺസ് എ വീക്ക് പില്ലാണ്. ആൻഡ് ഇതും ക്വസ്റ്റ്യൻ MCQ വൈസ് ഇമ്പോർട്ടന്റ് ആണ് ഈ കാര്യവും. ഇനി ഓറൽ കോൺട്രസെപ്റ്റീവ് അതിന്റെ ടൈപ്പ് പഠിച്ചു. ഈ സഹേലിയുടെ മെക്കാനിസം ഓഫ് ആക്ഷൻ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ബ്ലോക്സ് ഈസ്ട്രജൻ റിസെപ്റ്റർ. ഈസ്ട്രജനെ റിസെപ്റ്റർ ബ്ലോക്ക് ചെയ്യും. അപ്പൊ എന്താ? ഈസ്ട്രജൻ വർക്ക് ആവുന്നില്ല. അങ്ങനെ അവര് എന്ത് കൊണ്ടുവരും? കോൺട്രസെപ്ഷൻ എന്ന് പറഞ്ഞ ടെക്നിക്കിനെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കണ്ടു. ഇനി അടുത്ത പോയിന്റ്, കോൺട്രസെപ്ഷന് താഴെ വരുന്ന അടുത്ത മെയിൻ പോയിന്റ് എന്താന്ന് വെച്ചാൽ ഇൻജെക്ടബിൾസ് അല്ലെങ്കിൽ ഇംപ്ലാന്റ്സ് കൊണ്ടുവന്നു. സെയിം സാധനം വേറെയാണ്. ഇൻജെക്ടബിൾസ് ആൻഡ് ഇംപ്ലാന്റ്സ് കൊണ്ടുവന്നു. ഇതിന് വലിയ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. ഇംപ്ലാന്റിന്റെ ഒരു എക്സാമ്പിൾ നോർപ്ലാന്റ്. അപ്പോ ഓറൽ കോൺട്രസെപ്റ്റീവ് കണ്ട പോലെ തന്നെ അടുത്തൊരു ടോപ്പിക്കായി ഇൻജെക്ടബിൾസ് ആൻഡ് ഇംപ്ലാന്റ്സും നമുക്ക് കോൺട്രസെപ്ഷന് ഉപയോഗിക്കാം. ഇനി എമർജൻസി കോൺട്രസെപ്റ്റീവ്. എന്താണ് എമർജൻസി കോൺട്രസെപ്റ്റീവ് ആൻഡ് അത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്കറിയാം എമർജൻസി കോൺട്രസെപ്റ്റീവ് ടേം പറയുന്ന പോലെ തന്നെ ഇറ്റ് ബ്രിങ്സ് അബൌട്ട് കോൺട്രസെപ്ഷൻ വിത്തിൻ 72 hours of coitus. അതായത് അത്രയും പ്രൊലോങ്ഡ് ആക്ഷൻ ഉണ്ട്. അതായത് ഇത്രയും 72 hours കഴിഞ്ഞാലും നമ്മൾ ഈ കോൺട്രസെപ്റ്റീവ് എടുത്താലും നമുക്ക് കോൺട്രസെപ്ഷൻ കൊണ്ടുവരാം. നമുക്ക് കോയിറ്റസ് ഓൾറെഡി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? എമർജൻസി ആയിട്ട് ചെയ്യേണ്ടതാണ് എമർജൻസി കോൺട്രസെപ്റ്റീവ് കഴിക്കാന്നുള്ളത്. ആൻഡ് ഇതിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുന്നത്? പ്രൊജസ്ട്രോൺ മാത്രമാവാം, അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ പ്ലസ് ഈസ്ട്രജൻ കോമ്പിനേഷൻസും ആവാം. ആൻഡ് IUDs നമുക്ക് എമർജൻസി കോൺട്രസെപ്റ്റീവ് കാണാൻ പറ്റും എക്സാമ്പിൾ ആയിട്ട്. ആൻഡ് മോസ്റ്റ്ലി ഇതിന്റെ യൂസേജ് എന്താന്ന് വെച്ചാൽ റേപ്പ് വിക്ടിംസ്, അതിന് ടു നോട്ട് ബ്രിങ് അബൌട്ട് പ്രഗ്നൻസി നമ്മൾ എമർജൻസി കോൺട്രസെപ്റ്റീവ് യൂസ് ചെയ്യും. ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇൻജെക്ടബിൾസ്, എമർജൻസി കോൺട്രസെപ്റ്റീവ്, ഓറൽ കോൺട്രസെപ്ഷന്റെ താഴെ എന്തൊക്കെ? IUDs, അതായത് ഇൻട്രാ യൂട്രൈൻ കോൺട്രസെപ്റ്റീവ് ഡിവൈസസ്, ബാരിയർ മെത്തേഡ്, നാച്ചുറൽ മെത്തേഡ്. ഇത്രയും സാധനങ്ങൾ നമ്മൾ കോൺട്രസെപ്ഷന്റെ താഴെ പഠിച്ചു. ഇനി പഠിക്കാനുള്ളത് സർജിക്കൽ മെത്തേഡ്സ്. എന്താണ് സർജിക്കൽ മെത്തേഡ്സ് ഓഫ് കോൺട്രസെപ്ഷൻ? സർജിക്കൽ മെത്തേഡ്സിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഏതൊരു ടോപ്പിക് നമ്മൾ ആദ്യം പഠിക്കും എന്താണ് കാണുന്നത്? മെക്കാനിസം ഓഫ് ആക്ഷൻ. ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ഇറ്റ് പ്രിവെന്റ്സ് ഗാമെറ്റ് ട്രാൻസ്ഫർ. അതായത് മെയിൽസില്
മെയിൽസിൽ എന്ത് ചെയ്തു? വാസെക്ടമി. A part of vas deferens is cut and tied. അതായത് അവരുടെ ഇവിടുന്ന്, അതായത് ഇവിടെ ടെസ്റ്റിസിൽ നിന്ന് സ്ക്രോട്ടത്തിന്റെ ടെസ്റ്റിസിൽ നിന്ന് വാസ് ഡിഫറൻസ് വഴിയാണ് ഫൈനലി എങ്ങോട്ടേക്ക് എത്തുന്നത്? പീനിസിലേക്ക് എത്തുന്നത്. ആൻഡ് അങ്ങനെയാണ് ഇജാക്കുലേഷൻ നടക്കുന്നത്. പക്ഷെ ഈ പ്രോസസ്സിൽ എന്ത് ചെയ്തു? ഇവിടം വെച്ച് കട്ട് ചെയ്തു. അതായത് വാസ് ഡിഫറൻസിനെ നമ്മൾ കട്ട് ചെയ്ത് ടൈ ചെയ്യുന്നു രണ്ടറ്റം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇത്രയും ആ പാത്വേനെ നമ്മൾ ആക്ച്വലി ബ്ലോക്ക് ചെയ്തു, അല്ലെങ്കിൽ അതിന് നമ്മൾ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തു. ആ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അതിലേക്ക് കൂടി പിന്നെ സ്പേം ട്രാൻസ്ഫർ നടക്കില്ല, അതായത് ഗാമേറ്റ് ട്രാൻസ്ഫർ നടക്കില്ല. പാർട്ട് ഓഫ് വാസ് ഡിഫറൻസ് ഇസ് കട്ട് ആൻഡ് ടൈഡ്. അപ്പൊ നമുക്ക് എന്ത്? സ്പേംസ് ആബ്സെന്റ് ആയിരിക്കും ഇജാക്കുലേഷൻ നടക്കുമ്പോൾ. അങ്ങനെ നമുക്ക് കോൺട്രസെപ്ഷൻ കൊണ്ടുവരാം. ഇത് മെയിൽസിൽ. ഇനി ഫീമെയിൽസിൽ ട്യൂബെക്ടമി. നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബസ് കട്ട് ആൻഡ് ടൈഡ്. സെയിം തന്നെ, ഗാമേറ്റ് ട്രാൻസ്ഫർ അങ്ങനെ പ്രിവെന്റ് ചെയ്യാം ബൈ കട്ടിങ് ആൻഡ് ടൈങ് ഓഫ് ഫെലോപ്പിയൻ ട്യൂബ്. പക്ഷെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല് പൂവർ റിവേഴ്സിബിലിറ്റി. സർജറി എല്ലാം ചെയ്ത് കട്ടും ടൈയും ഒക്കെ ചെയ്ത് വെച്ചാല് പിന്നെ നമുക്ക് ഒരു പക്ഷെ കുട്ടി വേണമെന്നുണ്ടായിരിക്കുമ്പോൾ പിന്നെ നമുക്ക് റിവേഴ്സിബിൾ ആക്കാൻ പറ്റില്ല. ഇതിന്റെ കൂടെ തന്നെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല് ഇറ്റ് ഹാസ് നോ എഫക്ട് ഓൺ ലിപ്റ്റോ. സെക്ഷൽ ആക്ടിവിറ്റിയിൽ പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അത് പുവർലി റിവേഴ്സിബിൾ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഏതിന്റെ താഴെ നമുക്ക് പഠിക്കാനുള്ളത്? കോൺട്രസെപ്ഷന്റെ താഴെ പഠിക്കാനുള്ളത്. ഒന്നും കൂടി സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, വാട്ട് ഇസ് എൻ ഐഡിയൽ കോൺട്രസെപ്റ്റീവ്, അതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ കണ്ടു. ഇത് കഴിഞ്ഞ് നാച്ചുറൽ മെത്തേഡ്സിന്റെ താഴെ കാലണ്ടർ മെത്തേഡ്, കോയിറ്റസ് ഇന്ററപ്റ്റസ് ആൻഡ് ലാക്ടേഷൻ ലാമിനീരിയ കണ്ടു. അത് കഴിഞ്ഞ് ബാരിയർ മെത്തേഡ്. ബാരിയർ മെത്തേഡിന് ഒരു അഡീഷണൽ ഗുണം കൂടിയുണ്ട്. എന്ത്? ഇറ്റ് പ്രൊട്ടക്ട്സ് ഫ്രം STDs. ബാരിയർ മെത്തേഡ് കണ്ടു, മെയിൽസിനും ഫീമെയിൽസിനും സെപ്പറേറ്റ്ലി. അതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ കണ്ടു. അത് കഴിഞ്ഞ് ഇൻട്രാ യൂട്രൈൻ കോൺട്രസെപ്റ്റീവ് ഡിവൈസസ് കണ്ടു. അത് മോസ്റ്റ്ലി അക്സെപ്റ്റഡ് ആണെന്ന് കണ്ടു. അതിന്റെ ടൈപ്സും എക്സാമ്പിൾസും കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ഓറൽ കോൺട്രസെപ്ഷനിലേക്ക് കണ്ടു. ആൻഡ് അതിൽ എങ്ങനെയൊക്കെയാണ് എക്സാമ്പിൾസ്, മെക്കാനിസം ഓഫ് ആക്ഷൻ ഒക്കെ കണ്ടു. അത് കഴിഞ്ഞൊരു ബ്രീഫ്ലി ഇൻജെക്ടബിൾസ് അല്ലെങ്കിൽ ഇംപ്ലാന്റ്സ് എന്ത് ചെയ്യാൻ പറ്റും? അവർ നമ്മുടെ സ്കിന്നിനെ താഴെ ഇംപ്ലാന്റ് ചെയ്യും ചില ഡിവൈസസ്. ആൻഡ് ഇതെന്ത് ചെയ്യും? ഇത് നമ്മുടെ ഹോർമോൺസിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഫൈനലി കോൺട്രസെപ്ഷൻ കൊണ്ടുവരും, കോൺട്രസെപ്ഷനെ ഹെൽപ്പ് ചെയ്യും. എമർജൻസി കോൺട്രസെപ്റ്റീവ് എന്താന്ന് കണ്ടു. ആൻഡ് ഫൈനലി സർജിക്കൽ മെത്തേഡ്സ്. സർജിക്കൽ മെത്തേഡ് താഴെ വാസെക്ടമി ആൻഡ് ട്യൂബെക്ടമി. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമ്മൾ NCERT കടക്കണമെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു ബ്രീഫ് ആയിട്ട് എന്തിന്റെ താഴെയൊക്കെയാണ് എന്തൊക്കെയെന്ന് നമുക്ക് അറിയാം. ഇനി ഒരു പ്രോപ്പർ ഐഡിയ അല്ലെങ്കിൽ റിവൈസ് ചെയ്യാനാണെങ്കിൽ ഐഡിയൽ കോൺട്രസെപ്റ്റീവ് എന്താണ്? അതിൽ NCERT പറയുന്നു യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, ഈസിലി അവൈലബിൾ ആയിരിക്കണം, എഫക്റ്റീവ് ആയിരിക്കണം, റിവേഴ്സിബിൾ വിത്ത് no or least side effects. It should not interfere with no interference with sexual drive അല്ലെങ്കിൽ desire അല്ലെങ്കിൽ sexual act of the user. ഇനി അതിനെ ബ്രോഡ്ലി നമ്മൾ ഡിവൈഡ് ചെയ്തു. എന്തൊക്കെ കണ്ടു? നാച്ചുറൽ, ബാരിയർ, IUDs, oral contraceptives, injectables, implants, and finally surgical methods. ഇനി നാച്ചുറൽ മെത്തേഡ്സിൽ അവരുടെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ മെക്കാനിസം ഓഫ് ആക്ഷൻ, അവോയ്ഡിങ് ചാൻസസ് ഓഫ് ഓവം ആൻഡ് സ്പേംസ് മീറ്റിംഗ്. നാച്ചുറൽ മെത്തേഡ്സിന്റെ താഴെ നമ്മൾ ഡിഫറെന്റ് 3 ടൈപ്സ് പഠിച്ചിരുന്നു. അതിൽ ഫസ്റ്റ് പീരിയോഡിക് ആബ്സ്റ്റിനൻസ്. പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എന്താണെന്ന് വെച്ചാൽ ദ കപ്പിൾ അവോയ്ഡ് ഓർ അബ്സ്റ്റെയിൻ ഫ്രം കോയിറ്റസ് ഫ്രം day 10 to 17 of the menstrual cycle. അതായത് ഓവുലേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടി, അതായത് ഫെർട്ടൈൽ പീരീഡിന്റെ സമയത്ത് അവർ അബ്സ്റ്റെയിൻ ചെയ്യുന്നു. ആൻഡ് chances of fertilization are very high during this period. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിച്ചു? ഫെർട്ടൈൽ പീരീഡ്. Therefore, by abstaining from coitus during this period, എന്ത് പ്രിവെന്റ് ചെയ്യാം? കൺസെപ്ഷൻ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ, പ്രഗ്നന്റ് ആവുന്ന അവസ്ഥ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പഠിച്ചത് വിഡ്രോവൽ അല്ലെങ്കിൽ കോയിറ്റസ് ഇന്ററപ്റ്റസ്. ആ മെത്തേഡിൽ എന്താണ് ചെയ്യുന്നത്? ദ മെയിൽ പാർട്ട്ണർ വിഡ്രോസ് ഹിസ് പീനിസ് ഫ്രം വജൈന just before ejaculation to avoid insemination. ഇനി തേർഡ് മെത്തേഡ് നമ്മൾ കണ്ടു, ലാക്ടേഷൻ ലാമിനീരിയ, അതായത് ആബ്സെൻസ് ഓഫ് മെൻസ്ട്രുവേഷൻ. ആ മെത്തേഡ് എന്തിൽ ബേസ് ചെയ്തിരിക്കുന്നതാണ്?
It is based on the fact that ovulation and the cycle do not occur during period of intense lactation. എന്തുകൊണ്ടാണ് prolactin കൊടുക്കുന്ന നെഗറ്റീവ് ഫീഡ്ബാക്ക് ടു FSH. ഇപ്പൊ പാസ്ചറേഷൻ കഴിഞ്ഞ സമയത്ത് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന ഇന്റൻസ് ലാക്ടേഷന്റെ സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു അപ്പോൾ ഓവുലേഷൻ നടക്കില്ല, അങ്ങനെ കൺസെപ്ഷൻ നടക്കാൻ ചാൻസ് ഇല്ല. Therefore, മദർ എത്ര കാലം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നു ചൈൽഡിനെ ഫുള്ളി ആയിട്ടും അത്രയും കാലം ചാൻസ് ഓഫ് കൺസെപ്ഷൻ ആർ ഓൾമോസ്റ്റ് നിൽ. പക്ഷെ എന്താണ് പ്രശ്നം? ഞാൻ പറഞ്ഞു ഈ നാച്ചുറൽ മെത്തേഡ്സ് ഒക്കെ പൊതുവെ ലീസ്റ്റ് റിലയബിൾ ആണ്. ലീസ്റ്റ് റിലയബിൾ ആണ്, പക്ഷെ മെഡിസിൻസും ബാക്കിയുള്ള ഡിവൈസസും യൂസ് ചെയ്യാത്ത സൈഡ് ഇഫക്ട്സും ഓൾമോസ്റ്റ് നിൽ ആയിരിക്കും. ചാൻസ് ഓഫ് ഫെയിലിയർ ആർ ഓൾസോ വെരി ഹൈ. ഇത്രയും കാര്യങ്ങളാണ് നാച്ചുറൽ മെത്തേഡ്സിന് താഴെ പറയാനുള്ളത്. ഇനി ബാരിയർ മെത്തേഡ്. ബാരിയർ മെത്തേഡിൽ എന്താണ് നടക്കുന്നത്? ഓവം ആൻഡ് സ്പേം ഫിസിക്കലി മീറ്റ് ചെയ്യുന്നില്ല. എന്ത് നമ്മൾ യൂസ് ചെയ്തു? ബാരിയർ യൂസ് ചെയ്തതുകൊണ്ട്. ആൻഡ് അത് മെയിൽസിനും ഉണ്ട് ഫീമെയിൽസിനും ഉണ്ട്. കോണ്ടംസ് എന്നാണ് അതിന് പറയുന്നത്. ദേ ആർ ബാരിയേഴ്സ് മെയ്ഡ് ഓഫ് തിൻ റബ്ബർ അല്ലെങ്കിൽ ലാറ്റക്സ് ഷീറ്റ്. ഈ അണ്ടർലൈൻ ചെയ്യുന്നൊക്കെ MCQല് ചോദിക്കാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആണോ എന്ന് ചോദിക്കാനും നമുക്ക് ചോദിക്കാവുന്ന പോസിബിൾ സാധനങ്ങളാണ് ഞാൻ അണ്ടർലൈൻ ചെയ്യുന്നത്. And they are used to cover the penis in the male or vagina and cervix in the female just before coitus. എന്ത് നടക്കാൻ വേണ്ടി? So that നമ്മുടെ ejaculate ചെയ്യുന്ന semen would not reach into the female reproductive tract. ഇങ്ങനെ prevents conception. Example, നിരോധ് മെയിൽസിനായിട്ടുള്ള ഒരു പോപ്പുലർ ബ്രാൻഡ് ആണ് കോണ്ടംസിൽ. ആൻഡ് യൂസ് ഓഫ് കോണ്ടംസ് മാസീവ്ലി റീസെന്റ് ഇയേഴ്സിൽ കൂടി. കാരണം ഇതാ ഞാൻ ഓൾസോ പറഞ്ഞു മറ്റേ സമ്മറൈസ് ചെയ്തെടുത്ത്. ഇറ്റ് ഹാസ് an additional benefit of protecting the user from contracting STIs and AIDS. ആൻഡ് അതിന്റെ വേറെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ അവർ ഡിസ്പോസിബിൾ ആണ്, സെൽഫ് ഇൻസേർട്ടഡ് ആണ്, ആൻഡ് thereby gives privacy to the user. ഇനി ഫീമെയിൽസിന്റെ ബാരിയേഴ്സ് പറയുകയാണെങ്കിൽ ഡയഫ്രം, cervical caps and balls made of rubber. അത് ഏതിലേക്കാണ് വെക്കുന്നത്? മറ്റേത് കവറിംഗ് ദ പീനിസ് ആയിരുന്നു. ഇവിടെ ഇൻസേർട്ടഡ് ഇൻ ടു ദി ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ടു കവർ ദി സെർവിക്സ്. അവരും എന്ത് തന്നെ ചെയ്യുന്നു? എങ്ങനെയാണ് കൺസെപ്ഷൻ പ്രിവെന്റ് ചെയ്യുന്നത്? ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. അതായത് എൻട്രി ഓഫ് സ്പെർമിനെ ബ്ലോക്ക് ചെയ്യുന്നു ത്രൂ ദി സെർവിക്സ്. അവര് റീയൂസബിൾ ആണ്. ആൻഡ് നമ്മൾ പറഞ്ഞു കോൺട്രസെപ്റ്റീവ് എഫിഷ്യൻസി കൂട്ടാൻ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് എന്തും കൂടി യൂസ് ചെയ്യാം? സ്പെർമിസൈഡൽ ക്രീംസ്, ജെല്ലീസ് അല്ലെങ്കിൽ ഫോംസും കൂടി യൂസ് ചെയ്യാം ടു ഇൻക്രീസ് ദെയർ കോൺട്രസെപ്റ്റീവ് എഫിഷ്യൻസി. ഇനി അടുത്ത എഫക്റ്റീവ് ആൻഡ് പോപ്പുലർ മെത്തേഡ് ആണ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ്. ഈ ഡിവൈസസ് എങ്ങനെയാണ്? നമുക്ക് സെൽഫ് ഇൻസേർട്ടബിൾ ആയിട്ടുള്ളതല്ല. ദേ ആർ ഇൻസേർട്ടഡ് ബൈ ഡോക്ടേഴ്സ് ഓർ എക്സ്പേർട്ട് നഴ്സസ് ഇൻ ദ യൂട്രസ് ത്രൂ ദി വജൈന. അതുകൊണ്ട് തന്നെ അതെന്തായി? നോൺ സർജിക്കൽ മെത്തേഡായി. ത്രൂ വജൈന ഓൾറെഡി ഉള്ള ഓപ്പണിംഗിൽ കൂടി ഇൻസേർട്ട് ചെയ്യുന്നതുകൊണ്ട് അത് നോൺ സർജിക്കൽ ആണ്. ആൻഡ് അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് നമ്മൾ പഠിച്ചിരുന്നു. നോൺ മെഡിക്കേറ്റഡ് IUDs, അതിന്റെ എക്സാമ്പിൾ ലിപ്പസ് ലൂപ്പ്. നെക്സ്റ്റ് പഠിച്ചത് കോപ്പർ റിലീസിംഗ് IUD, അതിന്റെ എക്സാമ്പിൾ എന്ത് കണ്ടു? കോപ്പർ T, കോപ്പർ 7 ആൻഡ് മൾട്ടി ലോഡ് 375. അടുത്ത ടൈപ്പ് ഹോർമോൺ റിലീസിംഗ് IUDs, അതിന്റെ എക്സാമ്പിൾ പ്രൊജസ്റ്റസേർട്ട് LNG-20. ഇതിന്റെ ഒക്കെ ഡയഗ്രം ഉണ്ട്. അപ്പൊ ഡയഗ്രം കൊടുക്കുന്ന സാധനങ്ങൾ പ്രത്യേകം നോക്കി വെക്കണം, കാരണം ഐഡന്റിഫൈ ചെയ്യാനും ചോദിക്കാം. ഇനി ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷനിലേക്ക് വരികയാണെങ്കിൽ അവരെന്ത് ചെയ്യും? ഇൻക്രീസ് ദ ഫാഗോസൈറ്റോസിസ് ഓഫ് സ്പേംസ് വിത്തിൻ ദ യൂട്രസ്. ആൻഡ് കോപ്പർ റിലീസിംഗിന് എക്സ്ട്രാ എഫിഷ്യൻസി ഉണ്ട്. കാരണം എന്താണ്? കോപ്പർ അയോൺസ് റിലീസ്ഡ് അത് എന്തൊക്കെ ഫങ്ഷൻസും കൂടി ചെയ്യുന്നു? സപ്രസ് സ്പേം മോട്ടിലിറ്റി ആൻഡ് ഫെർട്ടിലൈസിംഗ് കപ്പാസിറ്റി ഓഫ് സ്പേംസ്. ഇനി ഹോർമോൺ റിലീസിംഗ് IUDs എന്തിനും കൂടി ഹെൽപ്പ് ചെയ്യുന്നു? ഇറ്റ് മേക്സ് യൂട്രസ് അൺസൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ ആൻഡ് സെർവിക്സ് ഹോസ്റ്റൈൽ ടു സ്പേംസ്. അവര് യൂട്രസിനെ ഇൻഹോസ്പിറ്റബിൾ ആക്കാനും കൂടിയുള്ള ഫങ്ഷൻ ചെയ്യുന്നു. ആൻഡ് നമ്മൾ IUDs ഐഡിയൽ കോൺട്രസെപ്റ്റീവ്സ് എന്ന് വിളിച്ചു. ഫോർ ദി ഫീമെയിൽസ് ഹു വാണ്ട് ടു ഡിലേ പ്രഗ്നൻസി അല്ലെങ്കിൽ സ്പേസ് ചിൽഡ്രൻ, രണ്ട് കുട്ടികളുടെ തമ്മിലുള്ള ഗ്യാപ്പ് കൂട്ടാനോ അല്ലെങ്കിൽ ഡിലേ പ്രഗ്നൻസി ഉണ്ടാക്കാനോ നമ്മൾ ഐഡിയൽ കോൺട്രസെപ്റ്റീവ് ആരെ വിളിച്ചു? IUDs കൺസിഡർ ചെയ്ത് വിളിച്ചു. ഇനി അടുത്ത നമ്മൾ കണ്ടത് ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് ആണ്. അതെങ്ങനെയാണ്?
ഓറലി അഡ്മിനിസ്റ്റേർഡ് ആണ്. ലിറ്ററൽ മീനിങ് വഴി വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഓറലി അഡ്മിനിസ്റ്റേർഡ് ആണ്. ആൻഡ് ഇത് പ്രൊജസ്റ്റോജൻസ് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു ഇതിനെ ഓൺലി പ്രൊജസ്റ്റോജൻസ് അല്ലെങ്കിൽ നമ്മൾ മിനി പിൽ എന്ന് വിളിച്ചു. ആൻഡ് പ്രൊജസ്ട്രോജൻ ഈസ്ട്രജൻ കോമ്പിനേഷൻ ഉള്ളതിനെ നമ്മൾ കോമ്പിനേഷൻ പിൽ എന്ന് വിളിച്ചു. അവര് ടാബ്ലറ്റിന്റെ ഫോമിലായിട്ട് നമ്മൾ orally administer ചെയ്യും. And they have to be taken daily for a period of 21 days, starting preferably within the first 5 days of menstrual cycle. Menstrual cycle 28 days in the charting നോക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കാൻ തുടങ്ങണം? Within the first 5 days of menstrual cycle നമ്മൾ start ചെയ്ത് for a period of 21 days and again ഒരു gap ഇവിടെ of 7 days and again 21 days എടുത്തോണ്ടിരിക്കുക. ഇങ്ങനെയാണ് അതിന്റെ administration. After a gap of 7 days during which menstruation occurs, പിന്നെയും continue ചെയ്യുക. It has to be repeated. അവരുടെ mechanism of action: inhibit ovulation, implantation, and alter the quality of cervical mucus to retard the entry of sperms. ഇതൊക്കെ ഓൾറെഡി പറഞ്ഞാണ്, അതുകൊണ്ടാണ് വായിച്ചു വരുന്നത്. Pills are very effective കാരണം എന്താ? lesser side effects and well accepted by the females. സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിൽ അവരുടെ യൂസേജ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ എന്തുകൊണ്ടാണ് ഇത്രയും എഫക്റ്റീവും യൂസബിളും ആയത്? അതിന് ലീസ്റ്റ് സൈഡ് എഫക്ട്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വെൽ ആക്സെപ്റ്റഡ് ആയി. അഗെയിൻ സഹേലിനെ പറ്റി പറയാണ്. സഹേലിന്റെ വേറെ പേരെന്താണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്? സെന്റ്ക്രോമാൻ. അതെന്താണ്? ഓറൽ കോൺട്രസെപ്റ്റീവ് ഫോർ ദ ഫീമെയിൽസ്. അതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ്? ഇറ്റ്സ് എ നോൺ സ്റ്റിറോയിഡൽ പ്രിപ്പറേഷൻ. ആൻഡ് അതിന്റെ പ്രത്യേകത വൺസ് എ വീക്ക് പില്ലാണ്. ഇവിടെ പില്ല് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോ പീരീഡ് ഓഫ് 21 ഡേയ്സിലേക്ക് എടുക്കുന്നതൊക്കെയാണ് വന്നത്. റീസെർച്ച് വഴി നമ്മൾ സഹേലി കണ്ടുപിടിച്ചപ്പോ എങ്ങനെയാണ് അതിന്റെ അഡ്മിനിസ്ട്രേഷൻ? വൺസ് എ വീക്ക് പില്ലാണ് വിത്ത് വെരി ഫ്യൂ സൈഡ് ഇഫക്ട്സ് ആൻഡ് ഹൈ കോൺട്രസെപ്റ്റീവ് വാല്യൂ. ഇനി നെക്സ്റ്റ് ടോപ്പിക് ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽ അല്ലെങ്കിൽ OCP കഴിഞ്ഞ് നമ്മൾ കണ്ടത് ഇൻജെക്ഷൻസ് അല്ലെങ്കിൽ ഇംപ്ലാന്റ്സ്. ഇവരെങ്ങനെയാണ്? സ്കിന്നിന്റെ അണ്ടർ ദി സ്കിന്നിന്റെ താഴെ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നു. ആൻഡ് അവരുടെ മോഡ് ഓഫ് ആക്ഷൻ എങ്ങനെയാണ്? പിൽസ് പോലെ തന്നെയാണ്. അതായത് ഹോർമോൺസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക. ആൻഡ് അതിന് പിൽസിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞത് എന്താ? ഇൻഹിബിറ്റ് ഓവുലേഷൻ, ഇംപ്ലാന്റേഷൻ ആൻഡ് സെർവൈക്കൽ മ്യൂക്കസിന്റെ ക്വാളിറ്റി ഓൾട്ടർ ചെയ്തു. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻജെക്ഷൻസ് അല്ലെങ്കിൽ ഇംപ്ലാന്റേഷൻസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതേ സാധനങ്ങൾ ഓരോ കോൺട്രസെപ്റ്റീവ് പിൽസ് പോലുള്ള സാധനങ്ങൾ എമർജൻസി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ എന്ത് വിളിച്ച? എമർജൻസി കോൺട്രസെപ്റ്റീവ്സ്. ആൻഡ് അതെന്തൊക്കെയാണ്? ഒന്നുകിൽ പ്രൊജസ്ട്രോജൻ ആവാം, അല്ലെങ്കിൽ ഇതിന്റെ കോമ്പിനേഷൻസ് ആവാം, അല്ലെങ്കിൽ IUDs ആവാം. ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കണം, എമർജൻസി കോൺട്രസെപ്റ്റീവ് can be ഓപ്ഷൻ എ പ്രൊജസ്ട്രോജൻസ് ഓൺലി, ഓപ്ഷൻ ബി പ്രൊജസ്ട്രോജൻ ഈസ്ട്രജൻ കോമ്പിനേഷൻസ് ഓൺലി, ഓപ്ഷൻ സി പ്രൊജസ്ട്രോജനും അതിന്റെ കോമ്പിനേഷൻസും IUDs ആവാന്ന് കണ്ടാൽ നിങ്ങൾ ഏത് ഓപ്ഷൻ എടുക്കണം? ഈ 3 എണ്ണം ആവാം. ഏത്? എമർജൻസി കോൺട്രസെപ്റ്റീവ്. ആൻഡ് അത് 72 hours വരെ നമുക്ക് എടുക്കാം. അവർ എഫിഷ്യന്റ് ആയിരിക്കും. ആൻഡ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ റേപ്പ് വിക്ടിംസ്. ഇനി ഫൈനൽ മെത്തേഡ് ഏതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? സർജിക്കൽ മെത്തേഡ്, ഓൾസോ കോൾഡ് സ്റ്റെറിലൈസേഷൻ. ഇതെന്താണ്? ഒരു ടെർമിനൽ മെത്തേഡ് ആണ്. അതായത് റിവേഴ്സിബിലിറ്റി ഇല്ലാത്തൊരു ഫൈനൽ മെത്തേഡ്. ഇനി തീരെ സാധ്യതയില്ല കൺസെപ്ഷൻ നടക്കാൻ എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് സർജിക്കൽ മെത്തേഡ്. ടു പ്രിവെന്റ് എനി മോർ പ്രഗ്നൻസീസ്. ആൻഡ് ഇവർ എന്താണ് മെക്കാനിസം ഓഫ് ആക്ഷൻ? ബ്ലോക്സ് ഗാമെറ്റ് ട്രാൻസ്ഫർ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട്. മെയിൽസിൽ വാസെക്ടമി കണ്ടു, ഫീമെയിൽ ട്യൂബെക്ടമി കണ്ടു. ആൻഡ് വാസെക്ടമിയിൽ എന്ത് നടക്കുന്നു? വാസ് ഡിഫറൻസസ് removed or tied up through a small incision on the scrotum. Tubectomy, fallopian tube is removed or tied up through a small incision in the abdomen അല്ലെങ്കിൽ vagina. They are highly effective. പക്ഷേ അതിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ റിവേഴ്സിബിലിറ്റി ഈസ് വെരി പുവർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തിന്റെ താഴെ പഠിച്ചു? കോൺട്രസെപ്ഷന്റെ താഴെ പഠിച്ചു. ആൻഡ് ഈ ബർത്ത് കൺട്രോൾ മെഷേഴ്സ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. ഏത് പോയിന്റ് ഓഫ് വ്യൂല്? MCQ പോയിന്റ് ഓഫ് വ്യൂല്. ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മോസ്റ്റ്ലി ഇവിടുന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോ
കോൺട്രസെപ്ഷൻ ഡിസ്കസ് ചെയ്തു. അതിന് മുമ്പ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന്റെ പ്രോബ്ലംസ് ആൻഡ് സ്ട്രാറ്റജീസ് ഗവൺമെന്റ് എന്തൊക്കെയാണ് ഡെവലപ്പ് ചെയ്തത്, ആംനിയോസെന്റസിസിനെ എങ്ങനെയാണ് ബാൻ ചെയ്തത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടു. ബാക്കി നെക്സ്റ്റ് പാർട്ടിൽ കണ്ടിന്യൂ ചെയ്യും. താങ്ക് യു.